വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് PYQ സീരീസ് 2024-25 തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ നമ്മളിന്ന് കോപ്പറേറ്റീവ് ലോയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. കൂടാതെ നമ്മൾ കോപ്പറേറ്റീവ് ലോയുടെ കോഴ്സ് ഇപ്പോഴും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കുക. കൂടാതെ നമ്മളിവിടെ പഠിപ്പിക്കുന്ന മെറ്റീരിയൽസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോപ്പറേറ്റീവ് ലോ ക്വസ്റ്റ്യൻസ് 1/2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കുറച്ച് കോപ്പറേറ്റീവ് ലോയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ മുമ്പ് ചെയ്തിരുന്നു, ബാക്കിയുള്ളതാണ് ചെയ്യുന്നത്. 791 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം. ദ ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് റിഫേഴ്സ് ടു. ഗവൺമെൻറ്റിൻ്റെ ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സബ്സ്ക്രൈബിംഗ് ടു ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ സൊസൈറ്റി with limited liability, short-term financial assistance to a society, long-term loans to a society, providing money to a society for the purchase of shares in other societies with limited liability. ഇതിലേതാണ് ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് പ്രൊവൈഡിങ് മണി ടു എ സൊസൈറ്റി. സൊസൈറ്റിക്ക് എന്തിനാണ് പൈസ കൊടുക്കുന്നത്, പണം കൊടുക്കുന്നത് എന്തിനാണ്? ഫോർ ദ പർച്ചേസ് ഓഫ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി. ലിമിറ്റഡ് ലയബിലിറ്റി സംഘങ്ങളുടെ ഷെയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൊസൈറ്റികൾക്ക് പണം കൊടുത്തിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? ഇൻഡയറക്റ്റ് ആയിട്ട് അവരുടെ പാർട്ട്ണർഷിപ്പ് എടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പണം കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് റിഫേഴ്സ് ടു providing money to a society for the purchase of shares in other societies with limited liability. സെക്ഷൻ 43 ആണ് ഈ ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് കേട്ടോ. സെക്ഷൻ 43 ആണ് ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ് എന്ന് പറയുന്ന സെക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചാർജ് അപ്പോൺ ദ ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ഓൺ ദ ഡെപ്പോസിറ്റ് ഓഫ് എ മെമ്പർ ഈസ് വെസ്റ്റഡ് വിത്ത്. Charge upon the shares or interest on capital on the deposit of a member is vested with affiliated ഫിനാൻസിങ് ബാങ്ക് ആണോ, ഗവൺമെൻറ് ആണോ, ദ സൊസൈറ്റി ആണോ, സെൻട്രൽ ബാങ്ക് ആണോ? അപ്പോൾ ദ സൊസൈറ്റി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ചാർജ് അപ്പോൺ ദ ഷെയർസ് ഓർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓൺ ദ ഡെപ്പോസിറ്റ് ഓഫ് എ മെമ്പർ ഈസ് വെസ്റ്റഡ് വിത്ത് ദ സൊസൈറ്റി എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. നെക്സ്റ്റ് വൺ. The term of a committee elected by the general body will be reckoned from. എന്നാണ് ഒരു കമ്മിറ്റിയുടെ ടേം ആരംഭിക്കുക? ടേം ഓഫ് എ കമ്മിറ്റി എന്ന് മുതലാണ് നമ്മൾ കണക്ക് കൂട്ടുക? ദ ഡേ ഓൺ വിച്ച് ദ കമ്മിറ്റി ടേക്സ് ചാർജ്. കമ്മിറ്റി ചാർജ് ഏറ്റെടുക്കുന്ന ദിവസം തൊട്ടാണോ, അതോ ദ ഡേറ്റ് ഓഫ് ദ എലക്ഷൻ ആണോ, ദ ഡേറ്റ് ഓഫ് ദ നോട്ടിഫിക്കേഷൻ ഓഫ് ദ എലക്ഷൻ ആണോ, ഫ്രം ദ നെക്സ്റ്റ് ഡേ ഓഫ് ദ എലക്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമായിട്ട് ഏതാ കൊടുക്കുക? ദ ഡേറ്റ് ഓഫ് ദ എലക്ഷൻ ആണ് അല്ലേ. എലക്ഷൻ നടന്ന തീയതി മുതലാണ് കമ്മിറ്റിയുടെ കാലാവധിയായി കണക്കാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് സെക്ഷൻ 28 അപ്പോയിൻമെൻറ്റ് ഓഫ് എ കമ്മിറ്റിയിൽ പറയുന്നുണ്ട്. ദ ജനറൽ ബോഡി ഓഫ് എ സൊസൈറ്റി ഷാൾ കോൺസ്റ്റിറ്റ്യൂട്ട് എ കമ്മിറ്റി ഫോർ എ പീരിയഡ് ഓഫ് 5 years ഇൻ അക്കോർഡൻസ് വിത്ത് ദ ബൈലോസ് ആൻഡ് ഇൻട്രസ്റ്റ് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ അഫെയർസ് ഓഫ് ദ സൊസൈറ്റി ടു സച്ച് കമ്മിറ്റി അല്ലേ. 5 വർഷമാണ് കാലാവധി. ബൈലോയ്ക്ക് അനുസൃതമായിരിക്കണം. മാനേജ്മെൻറ്റ് ഓഫ് ദ അഫെയർസ് ഓഫ് ദ സൊസൈറ്റിയും കമ്മിറ്റിയും 5 വർഷം ഫ്രം ദ ഡേറ്റ് ഓഫ് എലക്ഷൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഡേറ്റ് ഓഫ് എലക്ഷൻ തൊട്ട് വിൽ ബി ടേക്കൺ ടു ദ ടേം ഓഫ് ദ കമ്മിറ്റി. അതാണ് കമ്മിറ്റിയുടെ ടേമായിട്ട് കണക്കാക്കുന്നത്. അത് പറയുന്നത് നമ്മുടെ സെക്ഷൻ 28 അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ കേസ് ഓഫ് എ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് അല്ലെങ്കിൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സ്, 1 seat in the committee shall be reserved for members having a deposit of dash and above. ഇത്ര രൂപ ഡെപ്പോസിറ്റും അതിൽ കൂടുതലോ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു റിസർവേഷൻ വെച്ചിട്ടുണ്ട് അല്ലേ. UCBയിലും പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിലും. അപ്പോൾ ഏത് തരത്തിലുള്ള ബാങ്കുകളിലാണ് ഇത്തരത്തിലുള്ള റിസർവേഷൻ വെച്ചിട്ടുള്ളതെന്ന് പഠിക്കണം. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയിലും UCBയിലുമാണ്. ഒരു സീറ്റാണ് അങ്ങനെ റിസർവ് ചെയ്തിട്ടുള്ളത്. എത്ര രൂപയിൽ കൂടുതൽ ഉള്ളവരെക്കാണ് അങ്ങനെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ? 25,000 കേട്ടോ എമൗണ്ട് വന്നിട്ടുള്ളത്.
In the case of primary credit societies or urban cooperative banks, one seat in the committee shall be reserved for members having a deposit of 25,000. 25,000 അതിന് മുകളിൽ ഉള്ളവർക്കാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു റിസർവേഷൻ ഉള്ളത്. അതും പറയുന്നതും അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റി എന്ന് പറയുന്ന സെക്ഷൻ 28 കേട്ടോ. സെക്ഷൻ 28 അതും പറയുന്നത് 1C എന്ന് പറഞ്ഞ സബ് ക്ലോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദ ബൈലോയിൽ എന്തൊക്കെ പറഞ്ഞാലും പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയുടെയും അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയും ഒരു സീറ്റ്, കമ്മിറ്റിയിലെ ഒരു സീറ്റ് ഈച്ച് സച്ച് സൊസൈറ്റി ഷാൾ ബി റിസർവ്ഡ് ചെയ്തിട്ടുള്ളത് മെമ്പേഴ്സ് ഹാവിങ് എ ഡെപ്പോസിറ്റ് ഓഫ് 25,000 റുപ്പീസ് ഉള്ളവർക്കാണ്. പണ്ടത് 10,000 ആയിരുന്നു, പിന്നെ അത് 25,000 ആക്കി കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Registrar of Cooperative Societies should keep a register in recording the names, address and bylaws of societies. രജിസ്ട്രാർ അദ്ദേഹത്തിൻ്റെ രജിസ്റ്ററിൽ പേര് വിവരങ്ങളും രജിസ്റ്റർ ചെയ്ത സൊസൈറ്റികളുടെ പേര് വിവരങ്ങളും അഡ്രസ്സും ബൈലോയും ഒക്കെ എന്തു ചെയ്യും, സൂക്ഷിക്കും അല്ലേ. അതേത് ഫോമിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫോമുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എളുപ്പത്തിൽ ഓർത്ത് വെക്കാവുന്നതാണ്. ഒരു മാർക്ക് നമ്മൾ പഠിക്കാതെ അത് കളയരുത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫോമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്ത കൂട്ടുകാരാണെങ്കിൽ കണ്ട് നോട്ടൊക്കെ എഴുതിയെടുക്കുക കേട്ടോ. ഫോം നമ്പർ 4 രജിസ്ട്രാർ എന്ത് ചെയ്യുന്നത്, സൂക്ഷിച്ചു വെക്കുന്നത് കേട്ടോ. റെക്കോർഡിംഗ് ദ നെയിംസ്, അഡ്രസ് ആൻഡ് ബൈലോസ് ഓഫ് സൊസൈറ്റി സൂക്ഷിച്ചു വെക്കുന്നത് ഫോം നമ്പർ 4. അപ്പോൾ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഫോമുകൾ നമുക്ക് പഠിച്ചിട്ട് പോവാം. റിലേറ്റിംഗ് ടു രജിസ്ട്രേഷൻ, ഫോം നമ്പർ 1 അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി ടു ബി സബ്മിറ്റഡ്. അതായത് അപ്ലിക്കേഷൻ വരുന്നത് ഫോം നമ്പർ 1. അങ്ങനെ അപ്ലിക്കേഷൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ, രജിസ്ട്രേഷന് വേണ്ടിയുള്ള അപ്ലിക്കേഷൻ റിസീപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രാർ എൻ്റർ ദ സെയിം ഇൻ ഫോം നമ്പർ 2. ഫോം നമ്പർ 3 പറയുന്നത് ആഫ്റ്റർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഷാൾ ബി ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ ആണ് ഫോം നമ്പർ 3. പ്രത്യേകം നോട്ട് ചെയ്യണം, ഫോം നമ്പർ 3 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഫോം നമ്പർ 3A മാനർ ഓഫ് ഇഷ്യൂയിങ് സർട്ടിഫിക്കറ്റ് ഇഫ് ദ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇറിക്കവറബിളി ലോസ്റ്റ് ആയാൽ 3A ഇഷ്യൂ ചെയ്ത് തരിക. പിന്നെ ഫോം നമ്പർ 3B പറയുന്നത് ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റിയാണ്. സൊസൈറ്റിയുടെ പേര് വിവരങ്ങൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദ സർട്ടിഫിക്കറ്റ് ടു ബി ഇഷ്യൂഡ് ബൈ ദ രജിസ്ട്രാർ ഈ അണ്ടർ സബ്സെക്ഷൻ 2 പ്രകാരം സെക്ഷൻ 10 ഷാൾ ബി ഇൻ ഫോം നമ്പർ 3B തരിക. ഓക്കെ, ചേഞ്ച് ഓഫ് നെയിം ഓഫ് സൊസൈറ്റിയാണ് 3B വന്നിട്ടുള്ളത്. 4 വന്നിട്ടുള്ളതാണ് ഇപ്പോൾ ചോദിച്ച ചോദ്യമാണ്. എ രജിസ്റ്റർ ഓഫ് ഡീറ്റെയിൽസ് ഓഫ് ഓൾ രജിസ്റ്റേർഡ് സൊസൈറ്റീസ് എലോങ് വിത്ത് അവരുടെ ഡേറ്റ് ഓഫ് അമെൻമെൻറ്റ് ഓഫ് ബൈലോ അടക്കം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുള്ളത് ഫോം നമ്പർ 4. ഫോം നമ്പർ 5 ഓർഡർ ഓഫ് ചേഞ്ച് ഓഫ് നെയിമിൻ്റെ ഓർഡറാണ് ഫോം നമ്പർ 5 വന്നിട്ടുള്ളത്. 6 ഫോം ഓഫ് നോട്ടീസ് ടു ദ ചേഞ്ച് ഓഫ് നെയിമാണ്. ഫോം ഓഫ് നോട്ടീസ് ടു ദ ചേഞ്ച് ഓഫ് നെയിമാണ് ഫോം നമ്പർ 6. മെമ്പർഷിപ്പുമായി പ്രധാനപ്പെട്ട ഫോമുകൾ ഫോം നമ്പർ 6A ഐഡൻറ്റിറ്റി കാർഡാണ്. 6B രജിസ്റ്റർ ഓഫ് ഐഡൻറ്റിറ്റി കാർഡ്, അല്ലെങ്കിൽ അതിനൊരു അക്നോളജ്മെൻറ്റ് കൊടുക്കും. അക്നോളജ്മെൻറ്റ് ഓഫ് ഐഡൻറ്റിറ്റി കാർഡ് കെപ്റ്റ് ഇൻ ദ സൊസൈറ്റിയാണ്. 6Aയും 6Bയും ഐഡൻറ്റിറ്റി കാർഡുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കമ്മിറ്റി ഓർ കോർപ്പറേഷൻ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ദ പർപ്പസ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഇൻഡസ്ട്രി. ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഇൻഡസ്ട്രി കനോട്ട് ബി അഡ്മിറ്റഡ് ആസ് എ മെമ്പർ ഇൻ. അതായത് ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അവരെ അഡ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. ഏതുതരം സൊസൈറ്റിയിലാണെങ്കിൽ എ സൊസൈറ്റി ഫോംഡ് ഫോർ ദ ഇൻഡസ്ട്രി കൺസേൺഡ്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഫോംഡ് ഫോർ ആക്ച്വൽ വർക്കേഴ്സ് ഇൻ ദ ഇൻഡസ്ട്രി. എ സൊസൈറ്റി വേർ ഫോർ ഗ്രോവേഴ്സ് ആർ ലൈക്ലി ടു ബി ബെനഫിറ്റഡ് ഡയറക്ട്ലി ബൈ സച്ച് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റികളിലാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിൽ എന്താ ഇല്ലാത്തത്, ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീനെ കനോട്ട് ബി അഡ്മിറ്റഡ് ആസ് എ മെമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ദ പ്രസിഡൻറ്റ് ഓഫ് ദ സൊസൈറ്റി ക്യാൻ ബി റിമൂവ്ഡ് ബൈ. എങ്ങനെയാണ് ഒരു പ്രസിഡൻറ്റിനെ റിമൂവ് ചെയ്യുന്നത്?
അതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുള്ളത്. റൂൾ 43A റിമൂവൽ ഓഫ് പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് ബൈ നോൺ കോൺഫിഡൻസ് മോഷനാണ്. നോ കോൺഫിഡൻസ് മോഷൻ പാസ്സാക്കിയിട്ടാണ് ഒരു പ്രസിഡൻറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതിന് എത്ര മെജോറിറ്റി വേണം എന്ന് ചോദിച്ചിട്ടുണ്ട്. ബൈ എ മോഷൻ ഓഫ് നോൺ കോൺഫിഡൻസിന് മോഷൻ പാസ്സാക്കണം. സപ്പോർട്ട് ചെയ്യേണ്ടത് എത്ര മെജോറിറ്റിയാണ്? ബൈ ദ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി. മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി സപ്പോർട്ട് ചെയ്തതിന് ശേഷം മോഷൻ പാസ്സാക്കിയിട്ടാണ്, നോ കോൺഫിഡൻസ് മോഷൻ പാസ്സാക്കിയിട്ടാണ് പ്രസിഡൻറ്റിനെ റിമൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നോക്കാം. റിമൂവൽ ഓഫ് പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് ബൈ നോൺ കോൺഫിഡൻസ് മോഷൻ വരുന്നത് റൂൾ 43A ആണ്. 43A കമ്മിറ്റി ഷാൾ റിമൂവ് ദ പ്രസിഡൻറ്റ് ആൻഡ് ദ വൈസ് പ്രസിഡൻറ്റ്, ദ ട്രഷറർ അല്ലെങ്കിൽ ട്രഷററെ ആയാലും വൈസ് പ്രസിഡൻറ്റിനാണെങ്കിലും എനി ഓഫീസർ ഓഫ് ദ കമ്മിറ്റി ആണെങ്കിലും ഹിസ് ഓഫീസ് ബൈ എ നോൺ കോൺഫിഡൻസ് മോഷനിലാണ് പുറത്താക്കുന്നത്. A notice of intention to move a no confidence motion signed by such numbers of members as shall constitute not less than 1/3 total strength of the committee എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം. ഇത് പാസ്സാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, ആദ്യം കൂടണ്ടേ, അതിന് വേണ്ടിയിട്ട്. ടുഗദർ വിത്ത് എ കോപ്പി ഓഫ് മോഷൻ വിച്ച് ഈസ് പ്രൊപ്പോസ്ഡ് ടു ബി മൂവ്ഡ്, അത് എന്നാ മൂവ് ചെയ്യാനുള്ള ആ കോപ്പി ഷാൾ ബി ആർക്ക് ഡെലിവർ ചെയ്യണം? രജിസ്ട്രാർക്ക് കൊടുക്കണം. ഇൻ പേഴ്സൺ ആയിട്ടും കൊടുക്കാം. ബൈ എനി 2 മെമ്പേഴ്സ് സൈനിങ് ദ നോട്ടീസ്, ഏതെങ്കിലും 2 മെമ്പേഴ്സ് ആ നോട്ടീസിൽ സൈൻ ചെയ്യണം. അങ്ങനെ രജിസ്ട്രാറുടെ മുൻപാകെ എത്തുന്നു. എനി ഓഫീസർ, ഏതെങ്കിലും ഓഫീസർ ഓതറൈസ് ചെയ്യുന്നു. രജിസ്ട്രാർ ഓതറൈസ് ചെയ്തിട്ട് കൺസേൺഡ് ഇൻ ദിസ് ബിഹാഫ് ഷാൾ അറേഞ്ച് ഫോർ ദ കൺസിഡറേഷൻ ഓഫ് ദ മോഷൻ ഇൻ എ മീറ്റിംഗ് ഓഫ് ദ കമ്മിറ്റി ടു ബി ഹെൽഡ് അറ്റ് ദ ഓഫീസ് ഓഫ് ദ സൊസൈറ്റിയിൽ വെച്ചിട്ട് കമ്മിറ്റി കൂടാനും ഈ മോഷൻ പാസ്സാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസറിനെ ആരാണ് അയക്കുക? രജിസ്ട്രാർ അയക്കുന്നു. വിച്ച് ഷാൾ നോട്ട് ബി ലേറ്റർ ദാൻ 30 ഡേയ്സിൽ കുറയാത്തൊരു കാലയളവിലേക്കാണ് ഈ കോപ്പി ഓഫ് മോഷൻ റെഫർ ചെയ്യുന്നത്. വാസ് ഡെലിവേർഡ്, രജിസ്ട്രാർക്ക് കൊടുക്കേണ്ടത്. ദ സെഡ് ഓഫീസർ ഷാൾ ഗീവ് ഇറ്റ് ടു ദ മെമ്പേഴ്സ്, അവർക്ക് നോട്ട് ലെസ് ദാൻ 15 ഡേയ്സ് ക്ലിയർ നോട്ടീസ് കൊടുക്കും ഇത്തരത്തിൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ടൈം അലോട്ട് ചെയ്യും. അങ്ങനെ ഈ ഓഫീസറാണ് പ്രിസൈഡ് ചെയ്യുന്നത് ഈ മീറ്റിങ്ങിൽ കേട്ടോ. ഈ പ്രസിഡൻറ്റിനെ പുറത്താക്കാനുള്ള പ്രമേയം പാസ്സാക്കാനുള്ള മീറ്റിങ്ങിന് പ്രിസൈഡ് ചെയ്യുന്നത് ഇത്തരത്തിൽ രജിസ്ട്രാറെ നിയമിച്ച ഒരു ഓഫീസറായിരിക്കും. എ മീറ്റിംഗ് കൺവീൻഡ് ഫോർ ദ പർപ്പസ് ഓഫ് കൺസിഡറിങ് എ മോഷൻ അണ്ടർ ദിസ് റൂൾ ഷാൾ നോട്ട് ഫോർ എനി റീസൺ ബി അഡ്ജേൺഡ്, ഇതൊരിക്കലും മാറ്റി വയ്ക്കപ്പെടാൻ പറ്റില്ല. അതുപോലെ തന്നെ no meeting under this rule shall be held if at the time of appointed for foregoing provisions or within a half an hour from such time such number of members as shall constitute 1/2 of the total strength of the committee are not present. അതുപോലെ as soon as the meeting convened has commenced, officer presiding at the meeting shall read it to motion for the consideration. ഒരു കൺസിഡറേഷന് വേണ്ടി റീഡ് ചെയ്യണം. എന്നിട്ട് പിന്നെ മോഷൻ എന്ത് ചെയ്യണം? ഡിബേറ്റിന് വേണ്ടി വെക്കുകയാണ് കേട്ടോ. ഡിബേറ്റിന് വേണ്ടി വെച്ച് അതൊരിക്കലും പിരിച്ചുവിടാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. എന്ത് പ്രശ്നം വന്നാലും ആ മോഷൻ ഡിബേറ്റിന് വെച്ച സമയത്ത് തർക്കങ്ങളുണ്ടായാലും പിരിച്ചുവിടാൻ പാടില്ല. അതിനുശേഷം ഈ ഓഫീസർ ഇതിനൊരു മെറിറ്റ്സും ഡീമെറിറ്റ്സും ഒന്നും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അയാൾ ഒരു ഇടനിലക്കാരനായിട്ട് നിൽക്കാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. മിണ്ടാതെ നിന്ന് അല്ലൊരു തീരുമാനം കൈക്കൊള്ളാൻ മാത്രമേ അയാൾക്ക് സാധിക്കുള്ളൂ. അയാൾക്ക് നൈദർ സ്പീക്ക് ഓൺ ദ മെറിറ്റ്സ് ഓഫ് ദ മോഷൻ നോർ എന്നാണ് പറയണത്. മോഷൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാനും പാടില്ല, എന്നാൽ ദോഷങ്ങളെക്കുറിച്ച് പറയാനും പാടില്ല. അങ്ങനെ കോപ്പി മീറ്റിങ്ങിൽ എന്താണോ കാര്യം പറഞ്ഞിട്ടുള്ളത് അത് വോട്ടിങ്ങിന് വെക്കുന്നു. അങ്ങനെ വോട്ടിങ്ങിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? പ്രിസൈഡിങ് ഓഫീസർ രജിസ്ട്രാർക്ക് ഫോർവേഡ് ചെയ്യും കേട്ടോ. അതിനുശേഷം ഇഫ് ദ മോഷൻ ഈസ് ക്യാരിഡ് ഔട്ട് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് വേണം. സിമ്പിൾ മെജോറിറ്റിയാണ് പറയുന്നത്. അതുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇഫ് ദ പ്രസിഡൻ്റ് അല്ലെ വൈസ് പ്രസിഡൻറ്റ് ട്രഷറർ അവർക്ക് അത് പാസ്സാവുകയുള്ളൂ. പിന്നീട് അവർ സ്വയം റിസൈൻ ചെയ്തില്ലെങ്കിൽ 2 ദിവസത്തിനകം ചോദിച്ചിട്ടുണ്ട്. PYQ ആണ്. എത്ര ദിവസത്തിനകം എന്ന് വെച്ചാൽ അവർ സ്വന്തമായി 2 ദിവസം കൊണ്ട് ഈ മോഷൻ പാസ്സാക്കിയിട്ടും പോയില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? പിടിച്ച് പുറത്താക്കാനുള്ള അധികാരമുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പിന്നെ if no meeting could be held for want of quorum as required under clause 5
or if the motion is not carried by such majority, no notice of any subsequent motion expressing want of. ഒരു പ്രാവശ്യം മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ അതേ കാരണം പറഞ്ഞ് എക്സ്പ്രസിങ് വാണ്ട് ഓഫ് കോൺഫിഡൻസ് ഓൺ ദ സെയിം പ്രസിഡൻറ്റ് വൈസ്, അതേ പ്രസിഡൻറ്റിനും വൈസ് പ്രസിഡൻറ്റിനും ട്രഷറിനുമെതിരെ പിന്നെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും നോട്ടീസ് പുറപ്പെടുവിക്കാനൊന്നും പറ്റില്ല. പിന്നെ അതുപോലെ ഫസ്റ്റ് ആണെങ്കിൽ 6 മന്ത് കാലാവധി വേണം കേട്ടോ. ഓക്കെ, 6 മന്ത് കാലാവധി വേണം ഇതിൻ്റെ ഇടയിൽ എന്നാണ് പറയണത്. അതുപോലെ ഒരാൾ 6 മാസം ഇപ്പം ഇന്ന് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ എങ്കിൽ അയാൾ 6 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അയാൾക്കെതിരെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു നോൺ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതായത് പ്രവർത്തിക്കാൻ അവർക്ക് സമയം കൊടുക്കണം അല്ലേ. അതിനുശേഷം മാത്രമാണ് അവരെ നീക്കം ചെയ്യാനുള്ള നടപടിയിലേക്ക് പോകാൻ പാടൂ എന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എ പേഴ്സൺ നോമിനേറ്റഡ് by the government to the committee of a apex or central society. അതായത് ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന പേഴ്സൺ ഉണ്ടല്ലോ, ആ പേഴ്സണിന് കമ്മിറ്റിയിൽ, അതായത് അപ്പെക്സിൻ്റെ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റീൻ്റെ കമ്മിറ്റിയിലോ ഇരിക്കുന്ന എലിജിബിലിറ്റീനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഷാൾ ടേക്ക് പാർട്ടി ഡിസ്കഷനിൽ പങ്കെടുക്കാം ഓഫ് എനി നോൺ കോൺഫിഡൻസ് മോഷൻ ഓർ വോട്ട് ഓൺ എനി സച്ച് മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസ് എലിജിബിൾ ടു ഹോൾഡ് ദ ഓഫീസ് ഓഫ് പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിൽ ബി എലിജിബിൾ ഫോർ ബീയിങ് സെൻഡ് ആസ് ഡെലിഗേറ്റ്, അവിടുന്ന് ഡെലിഗേറ്റ് ആയിട്ട് പറഞ്ഞയക്കാം അപ്പെക്സിലേക്കോ സെൻട്രലിലേക്കോ. ക്യാൻ ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ് ദ പ്ലഷർ ഓഫ് ദ ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ താല്പര്യമുള്ളിടത്ത കാലം ഹോൾഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതാണ് ഉത്തരമായിട്ട് വരിക കേട്ടോ. ഗവൺമെൻറ്റിന് താല്പര്യമുള്ളിടത്തോളം കാലം എന്ത് ചെയ്യാം, ഹോൾഡ് ചെയ്യാം, പദവി വഹിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ കേസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാരിയിങ് ഓൺ ദ ബിസിനസ് ഓഫ് ബാങ്കിങ്, ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ആൻ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ കമ്മിറ്റി അഗ്രഗേറ്റ് ആയിട്ട് എത്ര നാൾ കൂടാൻ പാടില്ല എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാലാവധിയെ കുറിച്ചിട്ടാണ്. അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലാവധിയാണ് പഠിക്കേണ്ടത്. എത്ര നാൾക്കകമാണെന്ന് വെച്ചാൽ 1 ഇയറാണ് മാക്സിമം അഗ്രഗേറ്റ് പീരീഡ് കൊടുക്കുക, അതാണ് 1 അവർ. മാക്സിമം അഗ്രഗേറ്റ് പീരീഡ് പറയുന്നത് 1 ഇയറാണ്. അപ്പോൾ 800 ക്വസ്റ്റ്യനായി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ കണ്ട എല്ലാവർക്കും നന്ദി കേട്ടോ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്